ഡോക്ടറെ ഇതിന്റെ പേരെന്ത് വരുന്നത്? കണ്ണ് റെഡിയാവാൻ ഡേ ഇത് മതി ഡോക്ടറെ, നമുക്ക് ചെയ്താലോ? തീർച്ചയായിട്ടും ഒരു സ്പെഷ്യൽ സൂപ്പ് കാഴ്ചയ്ക്ക് വേണ്ടിയുള്ളത്. അപ്പൊ കണ്ണിന് വേണ്ടി. നമസ്കാരം. 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 നമ്മളിപ്പോ എവിടെയാണ്? നമ്മൾ പത്തനംതിട്ട കോന്നിയിലാണ്. ഇതെന്താണ് സംഭവം? കണ്ണിന് വേണ്ടി ഒരു ഇടമാണ്. വീടാണോ? ഇതൊരു വീടല്ല, ഒരു ഹോസ്പിറ്റലാണ്. നമുക്ക് ഡോക്ടറെ കാണാം. ഓക്കെ. നമസ്കാരം ഡോക്ടറെ. പേര്? മിഥുൻ. നമ്മുടെ ഹോസ്പിറ്റലിന്റെ പേര്? വില്വമംഗലം ആയുർവേദ ഹോസ്പിറ്റൽ. ഏതൊക്കെ രീതിയിലാണ് ഇപ്പൊ കഴിഞ്ഞൊരു വീഡിയോ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു പല സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്നു. അപ്പൊ നമ്മുടെ തന്നെ സുഹൃത്തുക്കളെ വിട്ടിട്ട് നല്ല റിസൾട്ടാണ് അവർ പറയുന്നത്. അവർ ഒത്തിരി സ്ഥലത്ത് പോയിട്ടുള്ളതിൽ ഏറ്റവും നല്ല റിസൾട്ട്. രണ്ടാമത്തെ കാര്യം ഡോക്ടറെ ആ ഒരു ഇടപെടല്, അപ്പൊ അവർക്കൊരു വലിയൊരു സംഭവമായിരുന്നു. അപ്പൊ എന്തൊക്കെ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് അവിടെ ചെയ്യുന്നത്? നേത്ര ചികിത്സയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. കണ്ണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചികിത്സകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതായത് RP അങ്ങനെയുള്ള അസുഖങ്ങൾക്കെല്ലാം നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യണം. എത്ര വർഷമായി? 15 വർഷം ടോട്ടൽ. 15 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ശരിക്കും ഇത് ആയുർവേദമാണെങ്കിലും എല്ലാവിധ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നത് തന്നെ. ഡോക്ടറെ ഇതിന്റെ പേരെന്ത് വരുന്നത്? ഇത് തഴുതാമ. ഈ തഴുതാമയുടെ ഗുണങ്ങൾ എന്തൊക്കെയാ? നമ്മൾ കണ്ണിന് നീർക്കെട്ടൊക്കെ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു മെഡിസിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് തഴുതാമ. ഇത് തോരൻ വെച്ച് കഴിച്ചാലോ? തോരൻ വെച്ച് കഴിക്കുന്നത് കണ്ണിന് നല്ലതാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ പറമ്പുകളിലുണ്ട്. ഇതൊന്നും നഷ്ടപ്പെടുത്താതെ കറക്റ്റായിട്ട് നമ്മൾ നോക്കുക എന്നുള്ളതാണ്. അതെ. നമ്മൾ കണ്ണിന്റെ പ്രശ്നമായിട്ട് നമ്മൾ തമിഴ്നാട്ടിലോ പല സ്ഥലങ്ങളിലും പോകാറുണ്ട്. പക്ഷേ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് തമിഴ്നാട്, ആന്ധ്ര, കർണാടക പല സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഡോക്ടറെ ഇദ്ദേഹത്തിന്റെ സ്ഥലം എവിടാ? ഇദ്ദേഹത്തിന്റെ സ്ഥലം ആന്ധ്രാപ്രദേശ്. തിരുപ്പതിയാണ്. അദ്ദേഹം എന്നെ തമിഴ്നാട്ടിൽ കണ്ടിരുന്നു. എന്തായിരുന്നു പ്രശ്നം? RP ആയിരുന്നു. ഇപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്തു. ഇപ്പൊ ഏകദേശം വ്യത്യാസമുണ്ട്. വിഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു, കുഴപ്പമൊന്നുമില്ലാതെ. ആണല്ലയോ? പേര്? சேகர். സ്ഥലം? ஆந்திரா, திருப்பதி. ப்ராப்ளம் RP ப்ராப்ளம். இது நாங்கள் எங்கெங்கே போயிட்டு பார்த்தோம், ஒன்றும் எங்களுக்கு வந்து பெஸ்ட்டாக வரல. சாரை தான் நாங்கள் வந்து பார்க்கலான்னு சொல்லி வந்தோம். சார் வந்து பெஸ்ட்டான ட்ரீட்மெண்ட் கொடுக்குறாரு. ரொம்ப நல்ல மெடிசன்லாம் தர்றாரு. எங்களுக்கு இப்போ திருப்தியாக இருக்குது. நல்ல ஒரு இம்ப்ரூவ் ஆகிருக்கு. സ്ഥലം വെല്ലൂര്, തമിഴ്നാട്. അദ്ദേഹം ഇപ്പോൾ 2ാം നാൾ ഇവിടെ ട്രീറ്റ്മെന്റ് വരുന്നത്. നമ്മുടെ ഫോളോ അപ്പ് കറക്റ്റായിട്ട് ചെയ്യുന്ന പേഷ്യൻ്റ് ആണ്. ഇത് ഈ കണ്ണിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറേ വർഷം കൊണ്ടുണ്ടാകുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അത് ഫോളോ അപ്പ് വലിയൊരു പ്രധാനമാണ്. നമ്മൾ കഴിഞ്ഞു നിർത്തി എന്നുള്ള രീതിയല്ല, അത് ഫോളോ അപ്പ് ചെയ്ത് കറക്റ്റായിട്ട് പോകുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു വ്യത്യാസം വരത്തുള്ളൂ. இது கண்ணு ப்ராப்ளம் ஆகிட்டு டூ இயர்ஸாக ஃபாலோ டாக்டர்கிட்ட 3 இயர்ஸ் எடுத்துருக்கு ட்ரீட்மெண்ட். இப்போ நல்ல டெவலப்மெண்ட் இருக்குது. நாங்கள் வெளியிலேருந்து வரோம். நாங்கள் நிறைய டாக்டர்ஸில் வெளியில் நல்லா கன்சல்ட் பண்ணோம். நிறைய ஆப்ரேஷன்ஸு, இன்ஜெக்ஷன்ஸு அந்த மாதிரி போடுற அளவுக்கு நிறைய வந்தது. ஸோ மெனி இன்ஜெக்ஷன்ஸ், ஒரு கிட்டத்தட்ட ஒரு 5 இன்ஜெக்ஷன்ஸ்னால் கண்ணில் போடுற மாதிரி இருந்தது. எங்களுக்கு அப்புறமா யார் மூலமாக டாக்டர் மூலம் எங்களுக்கு தெரிஞ்சு நாங்கள் கேரளாவுக்கு வந்தோம். வந்த பிறகு நல்ல ஒரு ரிசல்ட் எங்களுக்கு கிடச்சிது. இப்போது பார்த்தீங்கன்னா உங்களுக்கு இன்ஜெக்ஷன்ஸ் எதுவுமே நாங்கள் போடல. அவர் கொடுக்குற மெடிசன்னாலே நல்லா க்யூர் ஆகி அவர் அந்த கண்ணில் கொஞ்சம் ப்ளீடிங் இருந்தது. அந்த ப்ளீடிங்கு எல்லாமே அவர் ஸ்டாப் பண்ணார். அவர் ஸ்பெக்ஸ் இல்லாமல் அவரால் பார்க்க முடியும். டாக்டரை மறக்க முடியாது. ரொம்ப நல்ல സന്തോഷமாக இருக்குது ഇപ്പോൾ എங்களுக்கு. ഡോക്ടർ ഇത് എന്തൊക്കെയാ? ഒന്നുമില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു സൂപ്പാണ് ഇതിലൊക്കെ. ക്യാരറ്റ് ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, മുരിങ്ങയിലയുണ്ട്, പൊന്നാങ്കണ്ണി ചീരയുണ്ട്. ഇത് നമുക്ക് 3 പേർക്ക് വേണ്ടി ഒരു ദിവസം പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന. അപ്പോൾ നമ്മൾ ചെയ്യാൻ തുടങ്ങുക. തീർച്ചയായും. ആദ്യം എന്ത് ചെയ്യുന്നത്? ആദ്യമേ നമ്മൾ ക്യാരറ്റ്, ബീട്രൂട്ട് എല്ലാം ഇടുന്നു. കുക്കറായി എടുക്കണ്ടേ? കുക്കർ എളുപ്പം. മാക്സിമം നമ്മൾ പെട്ടെന്ന് ഇത് കഴിയുമല്ലോ. പിന്നെ നമ്മുടെ ഇതെല്ലാം കഴുകി വെച്ചിരിക്കുന്നതാണ്. അതെ വെള്ളം ആവശ്യത്തിന് എടുക്കുന്നു. നമ്മൾ അടയ്ക്കുന്നു. നമ്മുടെ സൂപ്പ് റെഡിയായി. അതെ. ഡോക്ടറെ തുറന്നേ. നമ്മൾ അതിന്റെ കൂട്ടത്തിൽ വേറെ എന്താ ചെയ്തേ? നമ്മൾ നെയ്യ് ആഡ് ചെയ്തു. പിന്നെ കുറച്ച് ഉപ്പ്, കുരുമുളക്, എന്നാൽ സാധാരണ സൂപ്പ് ഉണ്ടാക്കുന്ന പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് കുറച്ച് കോണൊക്കെ ഇട്ടൊന്ന് ടേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കണ്ണിന് വേണ്ടി ഇതൊന്ന് കുടിക്കുവാന്ന് ആദ്യം ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ടേസ്റ്റ് അല്ല പ്രധാനമല്ലേ ഡോക്ടറെ? അതെ, ഇതിന് ടേസ്റ്റും കാണും. സൂപ്പർ ടേസ്റ്റ്. ഇത് കൊച്ചു കുട്ടികൾക്ക് വരെ കൊടുത്താലും അടിപൊളിയായിട്ട് കുടിക്കും. അതെ, കണ്ണിനും ശരീരത്തിനും എല്ലാം നല്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. അടിപൊളി സാധനമാണ്. ഡോക്ടറാണ് പറയുന്നത്. ഇദ്ദേഹത്തിന് പേര് അബ്ദുൽ ഗഫൂർ. സാറ് തമിഴ്നാട്ടിൽ നിന്നാണ്. കണ്ണിന് കാഴ്ചയില്ലാതെ വന്നാണ്. ഇപ്പോൾ കുറച്ച് കാഴ്ചയൊക്കെ ഉണ്ട്. സന്തോഷമാണ്, ഹാപ്പിയാണ്. സാർ പേര്? என் பேர் அப்துல் கபூர் சார். தமிழ்நாடு மதுரை. எனக்கு வந்து கண் ஆப்ரேஷன் பண்ணி கண் செவந்துருச்சு. அப்போ என்ன பண்ணால் கண்ணில் ஊசி போடணும், இன்ஜெக்ஷன் போடணும் அப்படின்ட்டாங்க. 5000 ஊசி போட்டாங்க. நான் ஊசி போடுறதுக்கும் போயிட்டேன். போனால் வரிசையெல்லாம் உட்காந்தாங்க. விசாரிக்கிற பொழுது யாருக்குமே குணமான மாதிரி தெரியல.
அதோட கிளம்பி வந்துட்டேன். என் நண்பர் ஒருத்தர் இந்த மாதிரி கேரளாவில் ஆயுர்வேதம் நல்லா இருக்குது அப்படின்னு சொன்ன உடனே நான் அந்த அட்ரஸை கண்டுபிடிச்சி ஒரு வழியாக கண்டுபிடிச்சி சாரை பிடிச்சிட்டேன். பிடிச்சி இவர்கிட்ட போன பின்னாடி கொஞ்சமாக குணமாகி அந்த இதை சரி பண்ணிட்டாரு. ഇപ്പൊ എല്ലാം ഓക്കെ ആയി. ஏன் இப்போ வரவுக்கு பரவாயில்ல. നമുക്ക് ഒരാളെ ഇന്ന് പരിചയപ്പെടാം. നമസ്കാരം സാറേ. നമസ്കാരം. ശരിക്കും എല്ലാവർക്കും അറിയാം എന്തായിട്ടാണ് ഇവിടെ വന്നേ? ഇവിടെ ചെറിയൊരു ട്രെയിനേഴ്സായിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് പല വിദേശത്തൊക്കെ പോകുമ്പോഴേ അപ്പോൾ നമുക്ക് ഒത്തിരി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു. വേറെ രാജ്യങ്ങളിൽ പോകുമ്പം അവിടുത്തെ ഡോക്ടേഴ്സിനെ നമുക്ക് പരിചയമില്ലല്ലോ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമ്മുടെ കോന്നി നമ്മളെ പ്രിയപ്പെട്ട ഡോക്ടർ അദ്ദേഹത്തിന്റെ വീഡിയോകളും 15 വർഷത്തെ എക്സ്പീരിയൻസ് കൂടാതെ തമിഴ്നാടൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെല്ലാം മുറ്റത്തെ മുല്ലേക്ക് മണമില്ലെന്നും പറഞ്ഞ് പലയിടത്തും പോകേണ്ട കാര്യമില്ല. തൊട്ടടുത്ത് ഇദ്ദേഹം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് പോകുന്ന ആൾക്കാരെ കണ്ടില്ല. സംസ്ഥാനത്ത് പല സംസ്ഥാനങ്ങളിൽ ഇപ്പൊ നമ്മൾ വന്നപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നും അവിടെ ആന്ധ്രയിൽ നിന്നും കർണാടക എല്ലാം ഉണ്ട്. നമ്മുടെ തൊട്ടടുത്തുള്ളവര് കുറവ്. അവർക്കെന്ന് പറയുമ്പം തൊട്ടടുത്ത ഡോക്ടേഴ്സിനെ അല്ലാതെ ദൂരെ പോകും. ദൂരെ പോകേണ്ടെന്ന കാര്യമില്ല. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അദ്ദേഹം ആന്ധ്രാപ്രദേശ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. അദ്ദേഹം നമ്മുടെ അടുത്ത് വന്നത് ഗ്ലൂക്കോമ എന്ന അസുഖമായിട്ടാണ്. ഇപ്പോൾ ട്രീറ്റ് ചെയ്തു. നല്ല വ്യത്യാസമുണ്ട്. ബാക്കി സാറ് പറയും. Actually, I am suffering with arthritis since 25 years. 1 year back, I got glaucoma in the left eye mostly. Vision is only 3% in the left eye. More betterment here. നമ്മൾ 3% നിന്ന് ഏകദേശം 50%ഓളം കാഴ്ച കൂട്ടിയിട്ടുണ്ട്. ഡോക്ടർ ഇപ്പൊ കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് പല ഭാഗത്തുനിന്നും ആൾക്കാരെ അതെ വരുന്നവരല്ലോ ഇതുപോലെ അന്യായ റിസൾട്ട് പറഞ്ഞാൽ പോകുന്നത്. അതെ നമ്മൾ വീഡിയോ എല്ലാം കണ്ടു. അതുപോലെ തന്നെ സൂപ്പ് വെടിച്ചില് സൂപ്പായിരുന്നു. ഡോക്ടറെ എങ്ങനെയാണ് ഇവിടെ വരേണ്ടത്? നമ്മളിത് കോന്നി ആനക്കൂട് റോഡ്, പത്തനംതിട്ടയ്ക്ക് അല്ലെങ്കിൽ പൂങ്കാവനം പോകുന്ന റോഡ്, അവിടെ ഇളകളൂർ എന്ന സ്ഥലം. ഇളകളൂർ ഇളകളൂർ അമ്പലം കഴിഞ്ഞ് അടുത്ത ജംഗ്ഷൻ. വീഡിയോയുടെ നമ്പർ ഉണ്ട്, വിളിച്ചാൽ മതി.